തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അപകടം. മത്സ്യബന്ധനത്തിനായി പോകുന്ന സമയത്ത് ശക്തമായ തിരയിൽപ്പെട്ട വള്ളം മറയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന മറ്റ് 5 പേരും നീന്തി രക്ഷപ്പെട്ടു. ജോണിനെ ശക്തമായ തിരമാല പുലിമുട്ടിനിടയിലേക്ക് അടിച്ചു കയറ്റിയതാണ് മരണകാരണം. ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിനായി പോകുന്ന സമയത്തായിരുന്നു അപകടം. വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് മറിഞ്ഞു. കൂട്ടത്തിലുണ്ടായിരുന്ന 5 പേര് നീന്തി രക്ഷപ്പെട്ടു. കരയ്ക്കെത്തിയപ്പോഴാണ് ജോൺ ഇല്ല എന്ന് മനസ്സിലായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ജോണിന്റെ മൃതദേഹം കിട്ടിയത്. പുലിമുട്ടിനുള്ളിലേക്ക് തിരമാല അടിച്ചു കയറ്റിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. സംഭവം നടന്ന സമയത്ത് തന്നെ മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മരിച്ച ജോൺ പുതുക്കുറിച്ചി സ്വദേശിയാണ്. ഈ വർഷം മുതലപ്പുഴയിൽ നടക്കുന്ന 8ാമത്തെ അപകടമാണിത്. മൺസൂണിന് ഇനി ദിവസങ്ങൾ ബാക്കിയില്ല. ഡ്രഡ്ജിങ്ങും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങളും നിർത്തിവച്ചിരിക്കുകയാണ്. അടിയന്തരമായി അഴിമുഖത്ത് നിന്നും മണൽ വാരി മാറ്റിയില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകും. സംസ്ഥാന സർക്കാർ ഇടപെടുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. കഴിഞ്ഞ തവണ അപകടത്തിൽ 3 മത്സ്യത്തൊഴിലാളികൾ മരിച്ചപ്പോഴാണ് അടിയന്തരമായി മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ വാക്ക് പറഞ്ഞത്. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് സുരക്ഷിതത്വമില്ലാതായിരിക്കുകയാണ് വീണ്ടും. ജനം, തിരുവനന്തപുരം.